നിങ്ങൾ കണ്ടോ? ഇതെല്ലാം ഒറിജിനൽ പേൾസ് ആണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പേൾസ് എല്ലാം നാച്ചുറൽ, അതായത് സൗത്ത് സീ പേൾസ് ആണ്. നമ്മളൊന്നും ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുന്നതല്ല, എല്ലാം നാച്ചുറൽ പേൾസ് ആണ്. ഇതിന്റെ ഒന്നും കളർ ഫെയ്ഡ് ആവുകയൊന്നുമില്ല. ഒക്കെ ഇപ്പൊ നമ്മള് എന്താ പറയാ, എത്ര റഫ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഇനിയിപ്പം ഗോൾഡിൽ ചെയ്യണമെങ്കിൽ ഗോൾഡില് എങ്ങനെ വേണേലും എങ്ങനെയൊക്കെ യൂസ് ചെയ്താലും ഡാമേജ് വരാത്ത പേൾസ് ആണ് ഞാൻ ഈ കാണിക്കുന്നത്. നാച്ചുറൽ ആയിട്ടുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. കാരണം കയ്യിലെ കളേഴ്സ്, നമുക്ക് ഇത്രയും കളേഴ്സാണ് നാച്ചുറലായിട്ട് നമ്മുടെ കയ്യിൽ എത്തുന്നത്. ഇനി പിന്നെ കുറേ ഇപ്പം മാർക്കറ്റിൽ കുറേ കളേഴ്സ് പേൾ ഇറങ്ങിയിട്ടുണ്ട്, പല ഷെയ്ഡിൽ. ഇതെല്ലാം ഒറിജിനൽ ആണെന്നാണ് എല്ലാവരുടെയും ധാരണ. അല്ല, അതെല്ലാം നമുക്ക് ഡൈ ചെയ്ത് കിട്ടുന്നതാണ്. കുറേ അധികം പേൾസ് ഉണ്ട്. ഇതുണ്ട്, അത് ഏത് കളറിൽ വേണം, പക്ഷെ ഭംഗിയുള്ള കളറുകളാണ് എല്ലാം. നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും, ഇതെന്താ ഇത്രയും ഷെയ്ഡ് വരുന്നതെന്ന്. കുറേ കളേഴ്സ് ഉണ്ട്. ഗ്രീൻ, വയലറ്റ്, പീക്കോ ഗ്രീൻ, കുറേ ഷെയ്ഡുണ്ട്. ഇന്ത്യയിൽ കുറേ കളക്ഷൻസ് ഉണ്ട്. കാരണം നമുക്കിത് കോമ്പിനേഷൻ, ഡ്രസ്സിന് മാച്ച് ചെയ്ത് കോമ്പിനേഷൻ ഇടാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സ് വന്ന് എടുക്കാറുണ്ട്. കുറേ ഇതുണ്ട്. അപ്പം നമ്മളിപ്പം എനിക്കിപ്പോൾ ഈ ഇതില് വീഡിയോയിൽ കാണിക്കുമ്പോൾ ഇത് കറക്റ്റ് ചെയ്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്ര ക്ലിയർ ആയിട്ട് അറിയാമെന്ന് എനിക്കറിയില്ല. ഡയറക്റ്റ് നമ്മൾ കാണുവാണെന്നുണ്ടെങ്കിൽ അത്രയും ക്വാളിറ്റി വ്യത്യാസമുണ്ട്. അതായത് അതിൻ്റെ ഗ്രേഡിങ്ങിലാണേലും ഷേപ്പിലാണേലും കളറിലാണേലും ഭയങ്കര വ്യത്യാസമുണ്ട്. നമുക്കത് ഒറിജിനൽ പേളും ഈ കൾച്ചർ പേൾസും കൂടി എടുത്ത് വെച്ച് നോക്കുമ്പോഴേ അതിൻ്റെ അത്രയും ക്വാളിറ്റി വ്യത്യാസം മനസ്സിലാവുള്ളൂ. ഇതിപ്പോൾ നമ്മൾ സൗത്ത് സീ പേളും കൾച്ചർ പേൾസും പറഞ്ഞു. അപ്പം പേള് 2 ടൈപ്പ് ഉണ്ട് മെയിൻ ആയിട്ട്. 2 ടൈപ്പല്ല, 3 ടൈപ്സ് ഉണ്ട്. ഒന്ന് ഷെൽപ്പാളാണ്. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഈ സൗത്ത് സീ പേൾസിന്റെ കാര്യം പറഞ്ഞു. രണ്ടാമത് കൾച്ചർ ചെയ്തെടുക്കുന്ന, കൾച്ചർ ചെയ്താണ് ഇപ്പം മാർക്കറ്റിൽ. കാരണം ഒറിജിനൽ പേളിന് ഇത്രയും റേറ്റ് കൂടുന്നുണ്ട്. കൾച്ചർ പേൾസ് ആണ് കൂടുതലും ആൾക്കാർ വാങ്ങുന്നതും മാർക്കറ്റിൽ വരുന്നതും ആ പേളാണ്. അതായത് 1 ഗ്രാമിന് 100 തൊട്ട് അതിന് റേറ്റ് വരുന്നുണ്ട്. ഇതിലാണ് ഈ കൾച്ചർ പേൾസിലാണ് നമുക്ക് ഡൈ ചെയ്തെടുക്കാൻ പറ്റും. നാച്ചുറൽ പേൾസിൽ നമുക്ക് ഡൈ ചെയ്യാൻ പറ്റില്ല. കൾച്ചർ പേൾസിൽ നമുക്ക് ഡൈ ചെയ്ത് നമ്മൾക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളർ ആ ഓയിസിനുള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുകയാണ്. അപ്പൊ അത് വലുതായിട്ട് വരുമ്പോഴത്തേക്ക് ഈ കളറിൽ തന്നെ ആയിരിക്കും വരുന്നത്. പക്ഷെ അത് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ കളർ ഇങ്ങനെ ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അത് ഫുൾ നമ്മൾ കുറേ നാൾ കഴിയുമ്പോൾ അതിന് ആ വാങ്ങിച്ച കളർ ഉണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോൾ കളർ ഫെയ്ഡ് ആവും. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഞാൻ മൂന്നാമത്തെ പേളിന്റെ കാര്യം പറഞ്ഞത് ഷെൽപ്പുകളാണ്. ഇതിന് കുറേ കളേഴ്സ് ഉണ്ട്, നല്ല നല്ല കളേഴ്സ്, കാണാനും ഭംഗി. ഇപ്പൊ എന്താ ഷേപ്പില് ഒറിജിനൽ മദർ പേൾ ഇരിക്കുന്ന കണക്ക് ഷേപ്പ്ലെസ് ആയിട്ട് ഇതാ കണ്ടാ. അത്രയും വരെ നമ്മുടെ മാർക്കറ്റ് മാറിക്കഴിഞ്ഞ് സ്റ്റോൺസ് കളർ ഷേപ്പ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ പേളും ഷേപ്പ് ചെയ്തെടുക്കാന്നാണ്. ഇത് മദർ പേൾ കട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ മദർ പേൾ കട്ട് ചെയ്ത് വരാറുണ്ട്. അപ്പൊ അതിന് അതേപോലെ തന്നെയാണ് ഇപ്പൊ ഇത് വ്യത്യാസം വന്നിരിക്കുന്നത്. ഇത്രയും മാറിക്കഴിഞ്ഞ് നമ്മുടെ മാർക്കറ്റ്, അതായത് ബിസിനസ് ഏത് രീതിയിൽ എങ്ങനെയൊക്കെ ആൾക്കാരെ പറ്റിച്ച് അല്ലെങ്കിൽ ആൾക്കാരെ മാർക്കറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു കണ്ടുപിടുത്തത്തിന്റെ കാര്യങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ ഇത് ശരിക്കും നമ്മുടെ കയ്യിൽ ഇതിന്റെ ഒറിജിനൽ ഉണ്ട്. അതായത് കൾച്ചർ ചെയ്തെടുക്കുന്ന നമ്മൾ ഓയിസ്റ്റർ കട്ട് ചെയ്തിട്ട്, ഇതിന് നമ്മൾ വിളിക്കുന്ന മദർ ഓഫ് പേൾസ് എന്നാണ്. അതായത് ഓയിസ്റ്റർ കട്ട് ചെയ്തിട്ടാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇത് അതിന്റെ ഷേപ്പ്, അതായത് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ പേള് അല്ല എന്ന് നമുക്കിത് പറയാൻ പറ്റില്ല. മനസ്സിലായോ? അത്രയും നാച്ചുറൽ ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് നമ്മൾ ഒറിജിനൽ പേളും ഡ്യൂപ്ലിക്കേറ്റ് പേളും കണ്ടുപിടിക്കുന്നത് ആർക്കും അറിയത്തില്ല. അപ്പൊ ആൾക്കാർ കടയിൽ വന്നു കഴിഞ്ഞാൽ, ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ഇത് ഒറിജിനൽ ആണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കും. അപ്പൊ നമ്മൾ ഇത്രയും പേളിന്റെ കളക്ഷൻസ് കണ്ട് ഞാൻ കുറച്ച് കാണിച്ചിട്ടുള്ള ഒരു 5 എണ്ണം 10 എണ്ണം ഒക്കെ വെച്ചിട്ട് കാണിച്ചിട്ടുള്ളൂ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഞാൻ കുറച്ച് കാണിച്ചു തരാം. ഇതിലിപ്പോ നമുക്ക് നാച്ചുറൽ പേളും കൾച്ചേർഡ് പേൾസും ഷെൽ പേൾസും, അതായത് ആർട്ടിഫിഷ്യൽ പേൾസും എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സാധാരണഗതിയിൽ കസ്റ്റമേഴ്സ് കടയിൽ വന്നു കഴിഞ്ഞാൽ ഇത് നാച്ചുറൽ ആണോ, നിങ്ങൾ ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഒറിജിനൽ ആണോ അല്ലയെന്ന് അവർ നമ്മളോട് ചോദിക്കും. അപ്പൊ നമ്മൾ അതെങ്ങനെയൊക്കെയാണ് ഒറിജിനൽ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ പൊതുവെ കസ്റ്റമേഴ്സ് സാധാരണ വന്നു കഴിഞ്ഞാല് പെട്ടെന്ന് പേള് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മിക്ക കസ്റ്റമറും സ്കിന്നിൽ ഇങ്ങനെ വെച്ചു പോകും. സ്കിന്നിൽ വെക്കുമ്പോൾ എന്താ സംഭവിക്കണേ, ഇത് നല്ല കൂളിംഗ് ആയിരിക്കും, തണുപ്പായിരിക്കും ഈ പേളിന്. പിന്നെ ചിലര് പല്ലില് ടച്ച് ചെയ്യാറുണ്ട്. ഒറിജിനൽ പേൾ ആണോ അല്ലയോ എന്നുള്ളത് അറിയുന്നത് പല്ലിൽ ടച്ച് ചെയ്യും. കാരണം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല, കുറെ കാര്യങ്ങളുണ്ട്. ഇത് പല്ലിൽ ടച്ച് ചെയ്യുമ്പോൾ
നമ്മൾക്കിത് ശരിക്കും നമ്മളൊരു പാറക്കല്ല് കടിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഈ ഒറിജിനൽ പേള് പല്ലിൽ ടച്ച് ചെയ്യുമ്പോഴുള്ള ഉണ്ടാവുന്ന ഫീലിംഗ്. പിന്നെ നമ്മളുടെ കൾച്ചേർഡ് പേൾസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം ഫീലിംഗ് തന്നെ ആയിരിക്കും. പക്ഷെ ആ ഹോളിന്റെ ആ എൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഡൈ ആണോ അല്ലയെന്നുള്ളത് മനസ്സിലാവും. അത് നമുക്ക് ഡയറക്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. ഈ ഹോളിന്റെ സൈഡ്, അതായത് ഒരു പേളിന്റെ ഹോളിന്റെ സൈഡ് നോക്കിയാൽ മതി ഇതിനകത്ത് ഡൈ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നമ്മുടെ നെയിൽ വെച്ചൊന്ന് ആക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ യൂസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളൊരു കത്രിക എടുത്തിട്ട് ചെണ്ടി നോക്കണം, അല്ലെങ്കിൽ ഒരു ബ്ലൈഡ് എടുത്തിട്ട് നമ്മൾ ഇനി ജസ്റ്റ് ഒന്ന് ഇത് ചിരണ്ടി നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. കാരണം പതുക്കെ ഇതിന്റെ കളർ മാറാൻ തുടങ്ങും. ഇത് ഷെൽപ്പേളാണ് നമുക്ക് കാണുമ്പോൾ എന്താ ഭയങ്കര ഭംഗി. അപ്പം നാച്ചുറൽ പേൾസ് ആണെങ്കിൽ ഒരു മാല പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഷേപ്പ്ലെസ് ആയിരിക്കും. അതിനകത്ത് ഏതാണ് ഈ മാല കാണാൻ നല്ല കോർത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിടക്കും. പക്ഷെ ഇത് പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒന്നിനോട് മാച്ച് ആവൂല. ഏകദേശം മാച്ച് ആവുന്നതാണ് എടുത്തിട്ടാണ് നമ്മൾ മാല സെറ്റ് ചെയ്യുന്നത്. ഇപ്പോഴാണ് കാണാൻ ഭംഗി ഉണ്ടാവുക. അതേസമയം ഷെൽപ്പേളാണെങ്കിൽ പെർഫെക്റ്റ് റൗണ്ട് ആയിരിക്കും, നല്ല ഗ്ലൈസിങ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു കത്തി എടുത്തിട്ട് ഇതൊന്ന് പീൽ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഹോളിന്റെ അടുത്ത് ഒന്ന് പീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പീൽ ചെയ്ത് വരും, പൊളിഞ്ഞു വരും ശരിക്കും. പക്ഷെ ലുക്കിൽ നമുക്ക് അറിയാനേ പറ്റൂല ഇത് നാച്ചുറൽ പേളാണോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പേളാണോ എന്ന് അറിയാൻ പറ്റൂല. പിന്നെ ഇത് പല്ലിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഫൈബറിൽ കടിക്കുന്ന ഫീലിംഗ് ആണ്. ഫൈബറിനകത്ത് നമ്മൾ പല്ല് ടച്ച് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഫീല്, ആ ഫീലായിരിക്കും ഈ ആർട്ടിഫിഷ്യൽ പേള് ഷെൽപ്പേളിനകത്ത് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് ഇത്ര ഭംഗി, കാണാൻ ഭംഗി, അത്രയും ഗ്ലൈസിങ് വരുന്നത്. നമ്മൾ കഴുത്തിലിട്ടാലും നമുക്ക് കുറേ കളേഴ്സ് വരുന്നുണ്ടല്ലോ. അപ്പൊ അത് പിന്നെ അതെല്ലാം റേറ്റ് കുറവാണ് ഈ ഷെൽപ്പേളിന്. പക്ഷെ റേറ്റ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് നാളെ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ ഇത് പീൽ ചെയ്ത് പോകും. ഓരോ പേളിന്റെ ഓരോ ഹോളിന്റെ സൈഡായിട്ട് ഇത് പീൽ ചെയ്ത് വരും. അപ്പൊ അതിന് നമുക്ക് ഗ്യാരണ്ടി ഒന്നും കൊടുക്കാൻ പറ്റൂല. ജസ്റ്റ് നമുക്ക് ആ ലുക്കിന് വേണ്ടിയിട്ട് റേറ്റിന്റെ ഇത് പേളാണ് എന്ന് പറഞ്ഞ് നമുക്ക് നമ്മളുടെ ഒരു സന്തോഷത്തിന് യൂസ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ബാക്കി രണ്ടും ഇതിന് നമ്മൾ പേൾസിന് സൗത്ത് സീ പേൾസിന് നമ്മൾ 80% ബൈബാക്കും, കൾച്ചേഴ്സ് പേൾസിന് നമ്മൾ ലൈഫ് ടൈം ഗ്യാരണ്ടി. ഷെൽപ്പേൾ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റൂല, പെട്ടെന്ന് ഫീൽ ചെയ്യുകയോ അല്ലെ ഫെയ്ഡ് ആവുകയോ ഒക്കെ ചെയ്യും. അപ്പം ഈ 3 പേളിന്റെ കാര്യങ്ങളാണ് എനിക്കിപ്പോൾ എടുത്തു പറയേണ്ടത്. നമ്മൾ ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ പേള് വാങ്ങിക്കുമ്പോൾ ആ പേള് ഒറിജിനൽ ആണോ അല്ലയോ എന്നുള്ളത് ശരിക്കും നിങ്ങൾക്ക് ആ കടക്കാരോട് പറയാം, ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചാൽ. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പേള് നമുക്ക് കത്തിച്ച് നോക്കാം. നമ്മൾ പേള് കത്തിക്കുമ്പോൾ സാധാരണ നമ്മൾ കടുക് താളിക്കുമ്പോൾ പൊട്ടുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ, അതേപോലെ ഒറിജിനൽ പേളാണെങ്കിൽ അങ്ങനെ അത് പൊട്ടും. മറ്റേ കൾച്ചേർഡ് ആണെങ്കിൽ ഉരുകിപ്പോകും, അത് നാച്ചുറൽ ആയിരിക്കത്തില്ല. പക്ഷെ ഇത് ഈ കത്തിച്ച് നോക്കുന്നതൊക്കെ കുറച്ച് പാടുള്ളൊരു സംഭവമുണ്ട്. ഞാൻ എൻ്റെ കടയിൽ വരുന്ന കസ്റ്റമേഴ്സിന് ജസ്റ്റ് അത് ഒരു കംപ്ലൈന്റ്, ആരും അങ്ങനെ കംപ്ലൈന്റ് അങ്ങനെ പറയാറില്ല. നമ്മൾ അഥവാ എന്തെങ്കിലും അവർക്കൊരു സംശയം തോന്നിയിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ജസ്റ്റ് ഞാൻ ബ്ലൈഡ് എടുത്ത് കത്രിക എടുത്തിട്ട് ഞാൻ ഒന്ന് ചെറുതി കാണിച്ചു കൊടുക്കും. അപ്പൊ അവർക്കത് മനസ്സിലാവും. അതായത് ഒറിജിനൽ പേൾസ് ഒക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ തടി ചിന്തയിലിടുമ്പം അതിന്റെ പൊടി വരൂലേ, അതേപോലെ ഒറിജിനൽ പേൾസ് ആണ് അങ്ങനെയായിരിക്കും വരുന്നത്. മറ്റേ പേൾസ് ആണ് ഫീൽ ചെയ്ത് പോകും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് ടച്ച് ചെയ്യാൻ നമ്മുടെ സ്കിന്നിൽ ടച്ച് ചെയ്ത് നോക്കുക, പല്ലിൽ കടിച്ചു നോക്കുക. ഈ പേള് നമ്മുടെ പല്ലുമായിട്ട് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് പാറയിൽ കടിക്കുന്ന ഫീലിംഗ് ആയിരിക്കും. മറ്റേതാണ് ഫൈബറിൽ. അപ്പൊ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്ന കാര്യമാണ്.